ഹൂതി വിമതരെ ലക്ഷ്യമിട്ട് യമനിലെ വിവിധ ഭാഗങ്ങളിൽ US നടത്തിയ വ്യോമാക്രമണത്തിൽ 8 പേർ കൊല്ലപ്പെട്ടു. 16 പേർക്ക് പരിക്കേറ്റതായി ഹൂതികൾ അറിയിച്ചു. ഹൂതികളുടെ ശക്തി കേന്ദ്രമായ ഹുദൈദ ഗവർണറേറ്റിലെ അൽ ഹവാഖ് ജില്ലയിലും തലസ്ഥാനമായ സനയുടെ വടക്കൻ മേഖലയിലെ അമ്രാൻ ഗവർണറേറ്റിലുമാണ് ചൊവ്വാഴ്ച രാത്രി ആക്രമണം നടത്തിയത്. വിമാനത്താവളമടക്കം സുപ്രധാന അടിസ്ഥാന സൗകര്യങ്ങളുള്ള മേഖലയാണ് ഹുദൈദ. ചെങ്കടലിൽ ഇസ്രയേൽ ബന്ധമുള്ള കപ്പലുകളെ ഹൂതികൾ ലക്ഷ്യമിട്ടിരുന്നത് ഹുദൈദയിൽ നിന്നാണ്. ഹുദൈദയിലെ ജനവാസ മേഖലയിൽ വീടിന് നേരെയാണ് ആക്രമണം നടന്നത് എന്ന സൂചനയാണ് ഹൂതികളുടെ അൽ മസീറ ചാനൽ പുറത്തുവിട്ട വീഡിയോ ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇവിടെയാണ് ആളപായമുണ്ടായത്. ആക്രമണത്തിന്റെ പിന്നാലെ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന്റെയും ദൃശ്യങ്ങൾ വീഡിയോയിലുണ്ട്. അമ്രാൻ ഗവർണറേറ്റിലെ ജബൽ നൂഖു മലമുകളിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹൂതികളുടെ ടെലികമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങൾ തകർന്നു. ദമർ, ഇബ് ഗവർണറേറ്റുകളിലെ ആക്രമണത്തിൽ 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ആക്രമണത്തെക്കുറിച്ച് US സേന പ്രതികരിച്ചിട്ടില്ല. അതിനിടെ ഏപ്രിൽ 4 യമനിൽ നടത്തിയ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരുന്നു. എക്സിലൂടെയായിരുന്നു ട്രംപ് ദൃശ്യങ്ങൾ പങ്കുവച്ചത്. മിലിറ്ററി ഡ്രോൺ ഉപയോഗിച്ചോ എയർക്രാഫ്റ്റിൽ നിന്നോ ആണ് ദൃശ്യങ്ങൾ പകർത്തിയത്. ഒരാക്രമണത്തിനായി ഹൂതികൾ ഒത്തുകൂടി. എന്നാൽ ഇനി ഹൂതികളുടെ ആക്രമണം ഉണ്ടാവില്ല. അവർ നമ്മുടെ കപ്പലുകൾ മുക്കുകയും ചെയ്യില്ലെന്ന് ട്രംപ് വീഡിയോയിൽ പങ്കുവച്ച എക്സിൽ പറയുകയും ചെയ്തു. അതേസമയം വീഡിയോ പുറത്തുവന്നതിന് പിന്നാലെ ഇക്കാര്യത്തിൽ വിവാദവും കൊഴുക്കുകയാണ്. ഈദ് ആഘോഷത്തിനായി ഒത്തുകൂടിയ സിവിലിയന്മാർക്കെതിരെയാണ് US ആക്രമണം നടത്തിയത് എന്നാണ് പ്രധാന ആരോപണം. ആക്രമണം നടത്തിയതിലൂടെ യുദ്ധക്കുറ്റമാണ് US നടത്തിയത് എന്നും വിമർശനം ഉയർന്നിട്ടുണ്ട്. ഹൂതികൾക്കെതിരെ US ആക്രമണം ശക്തമാക്കുന്നതിനിടെയാണ് പുതിയ വിവാദം ഉയർന്നിരിക്കുന്നത്. ചെങ്കടലിൽ അമേരിക്കൻ കപ്പലുകൾ മുക്കുന്നത് പതിവാക്കിയതോടെയാണ് ഹൂതികൾക്കെതിരെ US ആക്രമണം ശക്തമാക്കിയത്. അടുത്തിടെയായി യമനിൽ US നടത്തുന്ന വ്യോമാക്രമണങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട് എന്ന് രാജ്യാന്തര സംഘടനകളും റിപ്പോർട്ട് ചെയ്തു. ചെങ്കടലിൽ US കപ്പലുകൾക്കെതിരെ വിമതർ നടത്തുന്ന ആക്രമണത്തിന് തിരിച്ചടിയാണ് വ്യോമാക്രമണമെന്നാണ് USന്റെ വിശദീകരണം. കഴിഞ്ഞ ബുധനാഴ്ച യമനിൽ ഹൂതി വിമതർക്കെതിരെ US നടത്തിയ ആക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെടുകയും പിന്നീട് നടത്തിയ ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. ഇസ്രയേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെയാണ് ചെങ്കടലിൽ കൂടി പോകുന്ന അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ ഹൂതികൾ ആക്രമണം ആരംഭിച്ചത്. കപ്പലുകൾ ആക്രമിച്ച് കടലിൽ മുക്കിക്കളയുകയാണ് ഹൂതികൾ ചെയ്യുന്നത്. അതിനിടെ അന്താരാഷ്ട്ര നിയമങ്ങൾ കാറ്റിൽ പറത്തി ഗാസയിൽ ഇസ്രയേലിൽ തുടരുന്ന വംശഹത്യയിൽ 24 മണിക്കൂറിനിടെ 58 പേർ കൊല്ലപ്പെട്ടു. 213 പേർക്ക് പരിക്കേറ്റതായും ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. വെടിനിർത്തൽ അവസാനിപ്പിച്ച് ഇസ്രയേൽ പുനരാരംഭിച്ച കനത്ത ആക്രമണത്തിൽ ഒരു മാസത്തിനിടെ മാത്രം 1499 പേരാണ് കൊല്ലപ്പെട്ടത്. ഇവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ്. ദേർ അൽ ബലാഹിൽ വീടിന് നേരെയുണ്ടായ ആക്രമണത്തിലാണ് 11 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടത്. 2 വയസ്സുകാരടക്കം 5 കുട്ടികളും ഉൾപ്പെടുമെന്ന് അൽ അക്കസ ആശുപത്രി അറിയിച്ചു. ദേർ അൽ ബലാഹിൽ തന്നെ മറ്റൊരു വീട് ബോംബിട്ട് തകർത്തു. 4 പേർ കൊല്ലപ്പെട്ടു. ബെയ്ത്ത്ലാഹിയിലെ വീടാക്രമിച്ച് കുടുംബത്തിലെ 7 പേരെയാണ് കൊലപ്പെടുത്തിയത്. ഗാസ സിറ്റിയുടെ വടക്കു പടിഞ്ഞാറൻ മേഖലയിൽ പൊതുസ്ഥലത്ത് കൂടി നിന്ന ആൾക്കൂട്ടത്തിലും സേന ബോംബിട്ടു. 4 പേർ കൊല്ലപ്പെട്ടതായി മന്ത്രാലയം അറിയിച്ചു. ചൊവ്വാഴ്ച വെസ്റ്റ് ബാങ്കിൽ 30-കാരിയായ അമാന യാക്കൂബിനെ ഇസ്രയേൽ സൈന്യം വെടിവെച്ചു കൊന്നു. ജൂത കുടിയേറ്റ മേഖലയ്ക്കടുത്തുള്ള ട്രാഫിക് ജംഗ്ഷനിലാണ് സംഭവം. തങ്ങൾക്ക് നേരെ കല്ലെറിഞ്ഞതിനാലാണ് വെടിവെച്ചത് എന്നാണ്. അതിനിടെ ഖാൻ യൂണിസിലെ നാസർ ആശുപത്രി വളപ്പിലെ ടെന്റുകളിൽ ബോംബിട്ടതിനെ തുടർന്ന് ഗുരുതര പരിക്കേറ്റ മാധ്യമപ്രവർത്തകനും കൊല്ലപ്പെട്ടു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.